ഒരു ഇലക്ഷനോട് സമീപിച്ച് ഉള്ളൊരു സമയത്താണ് ഏകദേശം എല്ലാ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നമ്മുടെ വയനാട് ജില്ലയിൽ വന്യമൃഗ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് എന്ന് പേര് മാറ്റുമല്ലാതെ അതിൽ വേറൊരു യാതൊരു ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്ക് അത് അംഗീകരിക്കേണ്ടി വരും. നമ്മൾ വയനാട് ജില്ലയിലേക്ക് ഒരു ചുരമില്ലാത്ത ഒരു പാത നിർമ്മിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലേക്ക് ഫോറിൻ ടൂറിസ്റ്റിനെ കൊണ്ടുവരാനുള്ള ഒരു വിഷൻ നമുക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യം എനിക്ക് അറിയേണ്ടത്. പിന്നെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വരില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായി 1970 മാനന്തവാടി താലൂക്കിലെ കാട്ടിക്കുളം എന്ന കൊച്ചു ഗ്രാമത്തിൽ രാമൻ അമ്മു എന്ന ദമ്പതികളുടെ മൂത്ത മകനായിട്ടുള്ള ജനനം ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായും പ്രസിഡൻ്റായും അതിനുശേഷം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി MLA ആയി അതിനും ഉപരി മന്ത്രിയായി CPMലെ വയനാട്ടിലെ ആദ്യത്തെ മന്ത്രി SC/ST വിഭാഗം മന്ത്രി കേളുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ടോക്ക് നിങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഞങ്ങൾക്ക് തീർച്ചയുണ്ട് നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതാണ്. ജനിക്കുന്നത് എവിടെയാണ് എന്നുള്ളതല്ല, നമ്മുടെ ജീവിത ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉയർന്ന ശ്രേണിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന വ്യക്തമായ ഒരു കഥയാണ് നമ്മളിലേക്ക് പങ്കുവച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ധാരണയും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കൊള്ളയെ സംബന്ധിച്ചും സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളെക്കുറിച്ചും അതുപോലെ തന്നെ വയനാട്ടിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസമാണെങ്കിലും ടൂറിസം ആണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, ഇതിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായൊരു അഭിപ്രായം പറയുകയും അത് ഈ ഇലക്ഷനിലെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും, അതുപോലെ തന്നെ മൂന്നാം മന്ത്രിസഭ എത്ര ഈസി ആയിട്ട് സംഭവിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായ ധാരണയും ശക്തമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് തുടക്കം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഇതിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ രാഷ്ട്രീയം ശക്തമായി രേഖപ്പെടുത്തുക, സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുക എന്ന ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് മീ ജെയിംസ് ആൻഡ് യു ആർ വാച്ചിങ് 360 ടോക്സ് ആൻഡ് വെൽക്കം ടു ദ ടോക്ക്. സാറിന് 360 ടോക്സിലേക്ക് സ്വാഗതം. അപ്പം കേരള ജനത അറിയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കേരളം കുറച്ചും കൂടി കേളു എന്ന വ്യക്തിയെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു മന്ത്രിയാകുന്ന ആ സമയത്തേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ, ആ യാത്ര നല്ലൊരു സ്റ്റോറിയായിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? സ്റ്റോറിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതുപോലെ തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടിക്കുളം എടിയൂർക്കുന്ന് മുള്ളംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ 1970 ഞാൻ ജനിക്കുന്നത്. ജനിച്ചത് വലിയ ഒരു കൂട്ടുകുടുംബ ഒരു വ്യവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ജീവിത പ്രയാസങ്ങളും ഒരുപാട് വളരെ ചെറുപ്പത്തിലേ അനുഭവിക്കേണ്ടി വന്നു. ആ അവസരത്തിൽ തന്നെ വീടിൻ്റെ അടുത്ത് ഒരു ജനകീയ വായനശാലയുണ്ടായിരുന്നു. ആ വായനശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷക്കാലം പ്രവർത്തിക്കാനും ബുക്കെടുക്കാനും വായിക്കാനും സാധിച്ചതും പിന്നീട് കുറേ കാലത്തിന് ശേഷം വായനശാലയുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് മാറുകയും പിന്നീട് 2000 ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ആവശ്യമായിട്ട് വന്നു. അവസരത്തിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി എന്നെ സെലക്ട് ചെയ്യുകയും മത്സരിക്കുകയും ആ മത്സരത്തിൽ ഞാൻ ജയിക്കുകയും ചെയ്തു. പിന്നീട് 5 വർഷക്കാലം പഞ്ചായത്തിൻ്റെ മെമ്പറായി പറ്റാവുന്ന രീതിയിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെയാണ് എൻ്റെ ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞു വീട്ടിലെ മൂത്ത മകനായിട്ടാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ജീവിതം അത്ര ഈസി ആയിരുന്നു? ഒരു 75 ഒക്കെ ആകുമ്പം കുറച്ച് ഈസി ആയിരുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള ഒരു ജീവിതമായിരുന്നു ആ സമയങ്ങളിൽ? അത് എന്നെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളത്. പാഠപുസ്തകമില്ല, യൂണിഫോമില്ല, കുടയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ നടക്കണം കാട്ടിക്കുളം സ്കൂളിലേക്ക്. അപ്പോൾ അവസരത്തിൽ ഈ പറഞ്ഞ പഠനോപകരണം ഇല്ലാത്തതും കുടയില്ലാത്തതും യൂണിഫോം ഇല്ലാത്തതും ഭക്ഷണം ഇല്ലാത്തതും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ വായനയാണ് നമ്മൾ മാറ്റിയത് അല്ലേ? വായനശാലയിലുള്ള ബുക്ക് വായനയാണ് കുറച്ചുകൂടി നമ്മൾ ഉന്നതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനങ്ങളിൽ ഇടപെടണം എന്ന് നമ്മളെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് വായനയാണ്. അതെ, വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വായിക്കാൻ വേണ്ടി സാധിച്ചു.
പിന്നെ എൻ്റെ വീട്ടിൽ വളരെ ചെറുപ്പത്തിൽ അച്ഛൻ പത്രം വരുത്തുകയായിരുന്നു. ഓക്കെ. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ പത്രം വായനയും വർഷങ്ങളോളം നമുക്ക് സാധിച്ചു. അതൊക്കെ കുറേ അറിവുകൾ സമ്പാദിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നീട് ആണ് ഈ 2000-ൽ നമ്മൾ മെമ്പറായിട്ട് വരുന്നതും പിന്നെ 5 വർഷക്കാലം ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനും ജനങ്ങളായിട്ട് ഇൻവോൾവ് ചെയ്യാനും ഒക്കെ സാധിച്ചത് പിന്നീട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനും പിന്നീട് ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കാനും വലിയ ഒരു പ്രചോദനമായി. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ വിവാഹം, മക്കൾ അതൊക്കെ ഉണ്ടല്ലോ, സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു വിവാഹത്തിൻ്റെ സമയത്തൊക്കെ ഉള്ള സാമ്പത്തികവും കാര്യങ്ങളൊക്കെ? വിവാഹം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 27 വയസ്സിലാണ് ഞാൻ എൻ്റെ വിവാഹം നടന്നിട്ടുള്ളത്. ആദ്യമൊക്കെ വിവാഹം വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിൽ കാര്യങ്ങൾ പോയിരുന്നു. പിന്നെ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായതും വിവാഹം കഴിക്കുന്നതും. വിവാഹമൊന്നും വലിയ ആർഭാടായിരുന്നൊന്നുമില്ല, ചെറിയ മട്ടത്തിനൊരു വിവാഹം നടന്നു. പിന്നെ 2 കുട്ടികൾ ഉണ്ടായി. പിന്നെ അവരെ വളർത്താനും പഠിപ്പിക്കാനും എല്ലാം വലിയ പ്രയാസം തന്നെ അനുഭവിച്ചു. അങ്ങനെ വലിയ സാമ്പത്തിക പ്രയാസത്തിന് ആ അവസരത്തിൽ കടന്നു പോയിട്ടുള്ളത്. ആ സമയം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, എന്നാലും രാഷ്ട്രീയത്തിൽ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അല്ലേ? അതെ. ആ സമയത്ത് അങ്ങനെയാണെങ്കിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ ജനപ്രതിനിധി നിലയ്ക്കും വളരെ സജീവമായിരുന്നു. ഓക്കെ. ഇനി നമ്മൾ അടുത്തൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വയനാട്ടിനെ പറ്റി ചോദിക്കാനാണ്. വയനാട് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ വയനാട്ടുകാരെ സംബന്ധിച്ച് അത്ര സുഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നൊരു സമയമായിട്ട് പരിഗണിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിനെയാണ് പടമലയിൽ ആന ചവിട്ടിക്കൊന്നത്. ഈ റീസെൻ്റായിട്ട് വേറൊരു സുഹൃത്തിനെ ആനയുടെ ആക്രമണത്താൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ പുലി പിടിച്ചു കൊല്ലുക, അങ്ങനെ പറയുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ, ദുഃഖങ്ങളിലൂടെയാണ് വയനാട്ടിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മന്ത്രി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ദുഃഖം എങ്ങനെ മാറ്റാൻ സാധിക്കും? വയനാട് ജില്ല എന്ന് പറയുന്നൊരു കുടിയേറ്റ മേഖലയാണ്. ഈ വയനാട് ജില്ലയിൽ ഒരു കാലത്ത് വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം നിലനിന്ന ഒരു ജില്ലയാണ്. 72-ൽ വൈൽഡ് ലൈഫ് ആക്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതിന് ശേഷം അത് 10 മടങ്ങായി വർദ്ധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം വന്യമൃഗ സംരക്ഷണ നിയമം വന്നല്ലോ. ഈ വേട്ട പോലെയുള്ള നായാട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു. അതെ, ശക്തമായ നിയമങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ വന്യമൃഗങ്ങൾ വളരെ കൂടി. ആ കൂടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ വന്യമൃഗശല്യം ഇത്രയും രൂക്ഷമാകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാലാനുസൃതമായി നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. ഓക്കെ. ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള നിയമസഭ തന്നെ നമ്മൾ പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കേന്ദ്ര വനം മന്ത്രി വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് 72-ലെ വന നിയമം ഭേദഗതി ചെയ്യണം, അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ നേരിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭേദഗതി വരാതെ കണ്ടിട്ട് നമുക്ക് പിന്നെ മൃഗങ്ങളെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അതേസമയത്ത് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാങ്ങിങ് ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രഞ്ച് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വന്യമൃഗ പ്രതിരോധ വേലികളും ട്രഞ്ചുകളും നമ്മൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുറുവായിലൊക്കെ ഈ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഇനാഗുറേഷൻ നടത്തി അല്ലേ? കുടൽക്കടവ് കുറുവ ഏരിയയിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇനാഗുറേഷൻ നടത്തി. അതിനുശേഷം അവിടെ കൃഷികളൊക്കെ ഈ പ്രാവശ്യം ഞാൻ അവിടെ പാലവിളിച്ചും ചാലികത ഭാഗത്തേക്ക് പോയപ്പോൾ അവിടുത്തെ കൃഷികൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ആരംഭിച്ചതായിട്ട് കണ്ടു. അതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയല്ലേ? അതെ. ഈ ഫെൻസിങ് സംവിധാനം, ഈ കമ്പി വേലി കൊണ്ടുവന്നതിന് ശേഷമാണ് നമുക്ക് ആ പ്രദേശത്ത് ഇപ്പോൾ കൃഷി ഇറക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നമ്മുടെ വയനാട് ജില്ലയിൽ വന്യമൃഗ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം എങ്കിൽ നമുക്ക് ഈ വന്യമൃഗത്തിൻ്റെ എണ്ണം കുറയ്ക്കണം. അപ്പോൾ എണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 72-ലെ
നിയമ ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ വയനാട് ജനതയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും ദുരിതം എനിക്ക് തോന്നുന്നത്, നമുക്കൊരു ഹോസ്പിറ്റലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിമാനയാത്രയോ ഒരു ട്രെയിൻ യാത്രയോ ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. മണിക്കൂറുകളാണ് നമ്മളവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഈ ഓണത്തിനൊക്കെ മണിക്കൂറുകളോളം അവിടെ തങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ എന്ത് പ്രതിവിധിയാണ് നമുക്ക് വയനാട് ജനതയോട് പറയാനുള്ളത്? അത് വയനാട് ജില്ല നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു സുന്ദരമായിട്ടുള്ള കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് ജില്ലയാണ്. ഈ വന്യമൃഗശല്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പറ്റിയ ഒരു ആവാസ കേന്ദ്രമാണ് നമ്മൾ വയനാട് ജില്ല. പക്ഷേ വയനാട് ജില്ലയിലെ ഈ പറയുന്നത് പോലെ 4 ഭാഗം ചുരമാണല്ലോ. അതെ. ഈ ചുരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ജനങ്ങൾ പറയുന്ന ഒരു വസ്തുതയാണ്, അത് കാര്യവുമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ വയനാട് ജില്ലയിലേക്ക് ഒരു ചുരമില്ലാത്ത ഒരു പാത നിർമ്മിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു തുരങ്കപാത ഏകദേശം 9 കിലോമീറ്ററോളം വരുന്ന ആനക്കമ്പൊയിൽ കള്ളാടി പിന്നെ തുരങ്കപാത ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്തതും അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചതും. അതിൻ്റെ 2 ഭാഗത്തുനിന്നും ഒരേ സമയം പ്രവൃത്തി ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 6 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 6 വർഷമില്ലെങ്കിലും ഒരു 7-8 വർഷം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. അത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ പിന്നെ ചുരം റോഡിൻ്റെ ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊന്നാണ് നമ്മളിപ്പോൾ ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ്. അതെ. അതും ഒരു ചുരമില്ലാതെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് എന്ന നിലയ്ക്ക് നമ്മുടെ ഇന്നത്തെ കേരള ഗവൺമെൻറ് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ അതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ അടുത്ത നടപടിന് ഫണ്ട് വകയിരുത്തി ആ റോഡ് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ 2 റോഡുകളും നമുക്ക് ഓപ്പണായി കഴിഞ്ഞാൽ വയനാട്ടിൽ യഥാസമയത്ത് ആർക്ക് വേണമെങ്കിലും വന്നു പോകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. മറിച്ച് ആ 2 ബദൽ റോഡുകളും ഓപ്പണായി കഴിഞ്ഞാൽ എന്ന് പറയുക ഇന്ത്യയെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ജില്ലയായിട്ട് ഈ വയനാട് മാറാൻ വേണ്ടി പോകും. ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അത് തന്നെയാണ്. വയനാട് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ജില്ലയായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് കണക്ടിവിറ്റി ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഇനാഗുറേഷൻ എല്ലാം നടക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു നോക്കുമ്പം ഒരു എലക്ഷനോട് സമീപിച്ച് ഉള്ളൊരു സമയത്താണ് ഏകദേശം എല്ലാ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷമൊക്കെ പറയുന്നു ഇതൊരു ഗവൺമെൻറ്റിൻ്റെ എലക്ഷൻ സ്റ്റണ്ടാണെന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് അല്ല, അത് ആ പറയുന്നതിനൊക്കെ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം വയനാട്ടിലേക്ക് ഒരു തുരങ്കപാത ഇന്നലെ പ്രഖ്യാപിച്ചതല്ല. അതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഡിസിഷൻ എടുത്തിരുന്നു, കേരള ഗവൺമെൻറ് എടുത്തിരുന്നു. അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും ഒക്കെ അനുമതി മേടിക്കാൻ തന്നെ എത്ര വർഷങ്ങളെടുത്തു? അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കാൻ എത്ര വർഷങ്ങളെടുത്തു? അപ്പോൾ ആ നടപടികൾ പൂർത്തീകരിക്കാൻ തന്നെ വർഷങ്ങളെടുക്കും. അപ്പോൾ പിന്നെ ഇന്നലെ ഇലക്ഷന് വേണ്ടി പ്രഖ്യാപിച്ചത് എന്ന് എങ്ങനെയാണ് പറയാൻ വേണ്ടി സാധിക്കുക? ഇപ്പോൾ പടിഞ്ഞാറത്തറ റോഡിൻ്റെ കാര്യമാണെങ്കിലും അത് വനമാണ്. അപ്പം ആ സർവേ എടുക്കാൻ തന്നെ വന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി നമുക്ക് വേണം. ആ അനുമതി മേടിക്കാൻ സമയമെടുത്തു. അതിനുശേഷമാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അതിൻ്റെ DPR നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനും നമ്മൾ വർഷങ്ങളെടുത്തു. അപ്പോൾ ഈ വർഷങ്ങളെടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രസ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ഒരു അവസരത്തിൽ ഇതിനെ ഒരു ഇന്നലെ പ്രഖ്യാപിച്ചതാണ്, രാഷ്ട്രീയത്തിൽ സ്റ്റണ്ടാണ് എന്ന് പറയുന്നതിൽ എന്താ ലോജിക്ക്? ഇത് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ രേഖ പരിശോധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളൊരു കാര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അല്ലേ? ആരോഗ്യ സംരക്ഷണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ലോങ് ജേണിയാണ് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പേര് മാറ്റുമല്ലാതെ അതിൽ യാതൊരു ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്ക് അത് അംഗീകരിക്കേണ്ടി വരില്ലേ? പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ വയനാട് ജില്ലയിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് വേണം എന്ന് അതും വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് 2015 അവസാന കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് പ്രഖ്യാപിച്ചു. കൽപ്പറ്റ SMJ സ്കൂളിൽ ഒരു ബോർഡ് വെച്ച് പോയി. അതിനുശേഷം അങ്ങനെ ഒരു ബോർഡ് വെച്ചത് കൊണ്ട് മാത്രം ഒരു മെഡിക്കൽ കോളേജ് ആവുമോ? ഇല്ല, ആകില്ല.
പിന്നീടാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നതും കൽപ്പറ്റയിൽ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ആ സമയത്ത് 2018-ലും 2019-ലും പ്രളയം വന്നു. അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ അവിടെ നിർമ്മിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റ് എന്ന നിലയ്ക്കാണ് പിന്നീട് എങ്ങനെയെങ്കിലും അത് വയനാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചേ മതിയാവൂ എന്നുള്ളൊരു ഘട്ടത്തിലാണ് വയനാട് ജില്ലയിലെ ജില്ലാ ഹോസ്പിറ്റൽ പ്രാഥമികമായിട്ട് നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെ പ്രാഥമികമായി ആരംഭിച്ച് അതിനുശേഷം നമ്മൾ ബോയ്സ് ടൗണിൽ 75 ഏക്കർ സ്ഥലം എടുത്തു. അപ്പോൾ ആ സ്ഥലം എടുത്ത് അവിടെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള DPR ഉൾപ്പെടെ തയ്യാറാക്കി നമ്മൾ മുന്നോട്ട് പോയ അവസരത്തിലാണ് ആ ലാൻഡ് സംബന്ധിച്ച് ചില ഡിസ്പ്യൂട്ടുകളും കേസുകളും വന്നിട്ടുള്ളത്. അതിപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ വൈകിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഇപ്പോൾ വയനാട് ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. അവിടെ 50 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. നേഴ്സിംഗ് കോളേജ് വന്നു. അവിടെ കാത്ത് ലാബ് ആരംഭിച്ചു. ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ് അവിടെ ഇതിനകം തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 250-ൽ പരം ആൾക്കാർക്ക് നമ്മൾ കാത്ത് ലാബ് ഉപയോഗിച്ചുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ലേ? അത് വലിയൊരു നേട്ടമല്ലേ? ഇപ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ കോളേജിന് ഡോക്ടർമാർക്കുള്ള നിയമനം കൊടുത്തിട്ടില്ലേ? സ്പെഷ്യാലിസ്റ്റുകൾ നമുക്കവിടെ അനുവദിച്ച് കിട്ടിയില്ലേ? പിന്നെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വരില്ല. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു 60-70 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഫെസിലിറ്റീസ് അവിടെ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ വയനാട് ജില്ലയിൽ ആരംഭിച്ചിട്ട്. അത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അതിന് സമയമെടുക്കും. അതായത് ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് റെഫർ ചെയ്യുന്ന കൂടുതൽ രോഗികൾ പറയുന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സൗകര്യക്കുറവ്. അതോടൊപ്പം തന്നെ അവർ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യണം, റിസ്ക് ഏറ്റെടുക്കാൻ അവർ ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ അവർ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതും, അതുപോലെ തന്നെ അവർ റെഫർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിനൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അത് റെഫർ ചെയ്യുന്ന കാര്യം സംബന്ധിച്ച് ഈ പറഞ്ഞല്ലോ, ഞാൻ പറയും എല്ലാ ഫെസിലിറ്റീസും അവിടെ ഓക്കെ എന്ന് ഞാൻ പറയുന്നില്ല. ചില ഫെസിലിറ്റീസുകൾ നമുക്ക് ഇനിയും അവിടെ വരണം. അത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യും. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചില രോഗികളെ ബേബി മെമ്മോറിയലിലേക്ക് റെഫർ ചെയ്യുന്നില്ലേ? ബേബി മെമ്മോറിയലിൽ നിന്ന് കോഴിക്കോട് വിംസിലേക്ക് റെഫർ ചെയ്യുന്നില്ലേ? മേപ്പാടി മെഡിക്കൽ കോളേജ്, വയനാട് മേപ്പാടി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോടേക്ക് റെഫർ ചെയ്യുന്നില്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം 3-4 വർഷമേ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നമ്മൾ ആരംഭിച്ച് പ്രവർത്തിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഓക്കെ ആയിട്ടില്ല. അത് പടിപടിയായി ഇപ്പോൾ കാത്ത് തന്നെ എത്ര പ്രയാസപ്പെട്ടാണ് നമ്മൾ അത് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമുക്കവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന മുറയ്ക്ക് വയനാട് ജില്ലക്കാർക്ക് ചുരമിറങ്ങാതെ കോഴിക്കോട് പോകാതെ എല്ലാ തരത്തിലുള്ള ചികിത്സയും നമുക്കിവിടെ കിട്ടാനുള്ള അല്ലെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത്. ഓക്കെ, അപ്രീഷിയേറ്റബിൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, നമ്മൾ ആദ്യം വയനാടിനെ സംബന്ധിച്ച് ടൂറിസത്തെ പറഞ്ഞു. ഈ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ LDF ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വയനാടിൻ്റെ? ഇപ്പോൾ വയനാട് ജില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വയനാട് ജില്ല ശരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വയനാട് ജില്ലയ്ക്ക് ഒരു മാറ്റം ഇവിടെ അങ്ങനെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിക്കുന്നതാണ്. ഇത് തന്നെ ഇവിടുത്തെ വനം, ഇവിടുത്തെ വയലേലകൾ, ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ മനസ്സിന് എന്താ പറയുക ഒരു കാഴ്ച തന്നെയാണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള ടൂറിസമാണ് നമ്മുടെ വയനാട് ജില്ലയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ കാലാവസ്ഥയെ നമുക്ക് നിലനിർത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുർവ ദ്വീപായാലും അതുപോലെ തന്നെ നമ്മുടെ പൂക്കോട് തടാകമായാലും ബാണാസുര ഡാമായാലും ഇപ്പോൾ കാരാപ്പുഴയായാലും ഒക്കെ പടിപടിയായിട്ട് ഇപ്പോഴും ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയൊക്കെ ഓരോ ദിവസവും എത്ര ആൾക്കാരാണ് വന്നു പോകുന്നത്. പക്ഷേ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോങ് വിഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടൂറിസം എന്ന് പറയുമ്പം നമ്മുടെ
കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് വ്യക്തികളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭാഗത്തു നിന്ന് വരുന്നവരോ അല്ലാതെ ഇപ്പം ഞാൻ മാലദ്വീപിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ ടൂറിസം എന്ന് പറഞ്ഞാൽ വിദേശികളാണ്. അവിടെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്. അത് ലഭിക്കുന്നത് വിദേശികളിൽ നിന്നാണ്. അപ്പോൾ അതേപോലത്തെ ഒരു വിഷൻ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലേക്ക് ഫോറിൻ ടൂറിസ്റ്റിനെ കൊണ്ടുവരാനുള്ള ഒരു വിഷൻ നമുക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യം എനിക്ക് അറിയേണ്ടത്. അതായത് ഈ ഫെസിലിറ്റി എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് ഹാപ്പി ആയിട്ട് പോകാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ നിലവിലുണ്ടോ? അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ടൂറിസ്റ്റം ഡെസ്റ്റിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ ഈ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടല്ല, നിലവിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളെ ഒരു അറ്റ്മോസ്ഫിയറിനെ മാറ്റിമറിച്ചുകൊണ്ടല്ല ടൂറിസം നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ. ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രകൃതിദത്തമായി ലഭ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ, അതെ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സാഹചര്യങ്ങളെ, അതെ, അല്ലെങ്കിൽ പ്രകൃതിദത്തമായി നമുക്ക് തന്നിട്ടുള്ള ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ച് ടൂറിസം നമ്മൾ ചെയ്യാം. ഇപ്പോൾ കോവളത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ അവിടെ കടലും കടൽക്കരയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവിടുത്തെ ടൂറിസം. വയനാട് ജില്ലയിൽ അങ്ങനെ ആക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മലകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. മലകളും തീരങ്ങളും അതിൻ്റെ ഇറങ്ങി വരുന്നുണ്ടോ, ചെരുവുകളും കാര്യങ്ങളും തേയിലത്തോട്ടവും കാര്യം ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളൊരു അത് തന്നെയാണ്. വയനാട് ജില്ലയിൽ നമുക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വയനാട് ജില്ലയിലെ ഈ വനാന്തരങ്ങൾ മനുഷ്യൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ടൂറിസം കാഴ്ച തന്നെയാണ്. ഓക്കെ. വയനാട് ജില്ലയിലെ ടീ പ്ലാന്റേഷൻ മനുഷ്യൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സുന്ദര കാഴ്ച തന്നെയാണ്. ഇപ്പോൾ കുർബാ ദ്വീപിൽ അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? ആ വെള്ളവും കാടും ഇല്ലാതെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? പക്ഷേ അത് മനുഷ്യ മനസ്സിന് കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. ഇപ്പോൾ പൂക്കോട് തടാകം അതൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംഭാവനയാണ്. അത് മനുഷ്യന് കുളിർമ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ലഭ്യതയെ നമ്മൾ അത് നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. അതിനെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ടൂറിസമാണ് നമുക്ക് വേണ്ടത്. കാരണം വയനാട് ജില്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇപ്പോൾ എത്ര റിസോർട്ടുകളുണ്ട്? ആയിരക്കണക്കിന് റിസോർട്ടുകളാണ് വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ആ ആയിരക്കണക്കിന് റിസോർട്ടുകളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ കുടുംബമാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ വയനാട് ജില്ലയിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. നമ്മളൊരു സിൽക്കൺ വാലി പോലെ വയനാട് ജില്ലയെ ആക്കാൻ വേണ്ടി പറ്റില്ല. കോവളത്തെ പോലെ വയനാട് ജില്ലയെ ആക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓരോരോ ഡെസ്റ്റിനേഷനും പ്രകൃതിദത്തമായിട്ടുള്ള സംഭാവനയെ അല്ലെങ്കിൽ ലഭ്യതയെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെയേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ പ്രധാനമായിട്ടും വയനാട് ജില്ലേൻ്റെ കാലാവസ്ഥ ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ടൂറിസത്തിന് പിന്നെ തടസ്സം വരുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ കാലാവസ്ഥയെ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ. ഇപ്പം ഞാൻ വയനാട്ടിൻ്റെ ഈ സെഗ്മെൻറ്റിൽ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഗോത്രവർഗത്തെ പറ്റിയാണ്. അപ്പം സാറ് ഗോത്രവർഗത്തിൻ്റെ മന്ത്രിയാണ്. ഈ ഗോത്രവർഗത്തിന് വന്ന കാലം സാർ ഈ കാലഘട്ടത്തിലൂടെ വന്നപ്പോൾ അറിയാം അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമാണ് സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അവരെയും ഉന്നതിയിലേക്ക് എത്തിക്കണം, കുറച്ചുകൂടി ഉയർത്തണം എന്ന ആഗ്രഹവും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് ധാരാളം പ്രൊജക്റ്റുകളും കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊജക്റ്റുകളെല്ലാം അവരിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ? അവർക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, MLA ആയിട്ടും മന്ത്രിയായിട്ടുള്ള എക്സ്പീരിയൻസിൽ എത്രമാത്രം വളർച്ച കൊടുക്കാൻ സാധിച്ചു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് വയനാട് ജില്ലയിലെ ട്രൈബ്സിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ വലിയ ഒരു പുരോഗതിയും വളർച്ചയും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നതിനവിടെ ഞാൻ ഉണ്ട്. ഓക്കെ. കാരണം വയനാട് ജില്ലയിലെ ചരിത്രത്തിൻ്റെ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വള്ളിയൂർക്കാവ് അല്ലേ? അതെ. അവിടെ ഈ ട്രൈബ്സിനെ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അടിമ ഉടമ വ്യവസ്ഥയിൽ അവരെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതാണ് വയനാട് ജില്ലേൻ്റെ ആദിവാസീൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതൊന്നും ഇല്ലല്ലോ. ആ ജമ്മിത്വവും നാടുവാഴിത്വവും അവസാനിപ്പിച്ച് ആ അടിമ ഉടമ വ്യവസ്ഥയെ അവസാനിപ്പിച്ച് ഇന്ന് പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ 96 ജനകീയാസൂത്രണം ശക്തമായി നടപ്പാക്കി
അങ്ങനെ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് നമ്മുടെ ട്രൈബൽ കുടുംബത്തിന് ഭൂമി ലഭ്യമായിട്ടുണ്ട്, ആയിരക്കണക്കിന് കുടുംബത്തിന് വീട് ലഭ്യമായിട്ടുണ്ട്. എഡ്യൂക്കേഷനായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്നൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ കാണാൻ അപൂർവമാണ്. അതെ അതെ അതെ. പക്ഷേ ഇന്ന് വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ ഈ മാനന്തവാടി തന്നെ ഈ ട്രൈബ്സിൻ്റെ വിഭാഗത്തുനിന്ന് ഇന്ന് +2 കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും MPhil കഴിഞ്ഞവരും MBBS എടുത്തവരും ഒക്കെ ഇന്ന് വയനാട് ജില്ലയിൽ വന്നു കഴിഞ്ഞു. ക്രിക്കറ്റ് ടീമിൽ വരെ ഉണ്ട്, ക്രിക്കറ്റ് ടീമിലുണ്ട്, പൈലറ്റ് ഉണ്ട് വയനാട്ടിൽ നിന്ന്. പൈലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ടീമുണ്ട്. ഇപ്പോൾ ശ്രീധന്യ വയനാട്ടിലെ ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ വലിയ ഒരു വിദ്യാഭ്യാസപരമായും അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യപരമായും അവരുടെ വേഷത്തിലും അവരുടെ പിന്നെ സംസ്കാരത്തിലും ഒക്കെ വലിയ ഒരു മാറ്റം ഈ കാലം കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ട് വന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല, ഒന്നിനും പൂർണ്ണതയില്ലല്ലോ. അതെ അതെ. പക്ഷേ വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ തിരുനെല്ലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിൽ തിരുനെല്ലി പഞ്ചായത്തിൽ ഒരു ഡിഗ്രി ഉള്ള ഒരു കുട്ടിയെ ആ കാലത്ത് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഞാനത് ആ സമയത്ത് തന്നെ ഞാൻ കൃത്യമായിട്ടത് ഇന്നും ഒബ്സർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. തിരുനെല്ലി പഞ്ചായത്തിൽ ഇപ്പോൾ 2 ഡോക്ടർമാർ വന്നു. അതെ, ST വാദം ഡോക്ടർമാർ വന്നു. ഇന്ന് MPhilകാരും MBBSകാരും അതുപോലെ തന്നെ മറ്റിതര ഡിഗ്രിക്കാരും ഒക്കെ ഇന്ന് തിരുനെല്ലി പഞ്ചായത്തിലും മാനന്തവാടിയൊക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇപ്പോൾ സജന സജീവനായാലും മിന്നുമണിയായാലും ഇന്ന് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഇന്ന് കായിക താരങ്ങളായി മാറി. അതൊക്കെ ഈ ട്രൈബൽ വിഭാഗത്തിൽ വന്നിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്.